സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഹുസ്നുൽ ഖാത്തിമയോടുകൂടി മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മുസ്ലിം ലോകം ഒരു വലിയ ആശ്വാസത്തിലും സന്തോഷത്തിലുമൊക്കെയാണ് ഇപ്പോഴുള്ളത്. വാർത്തകൾ ശ്രവിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വിഷയം മനസ്സിലായിട്ടുണ്ടാവും. ഗസ നിവാസികൾ വെടിനിർത്തലിൻ്റെ ആശ്വാസം ഇന്നലെ മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇങ്ങനെ ഒരു ജനവിഭാഗം ഉണ്ടാവുകയില്ല. പല രാഷ്ട്രങ്ങളും അധിനിവേശത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തെ ഒരുപാട് രാഷ്ട്രങ്ങൾ അധിനിവേശത്തിൻ്റെ കയ്പുകൾ അനുഭവിച്ചവരാണ്. നമ്മുടെ ഇന്ത്യയും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അധിനിവേശത്തിൻ്റെ കയ്പുകൾ ഒരു നൂറ്റാണ്ടിലധികം അനുഭവിച്ച ഒരേ ഒരു ജനത, അത് ഫലസ്തീനിലെ ഗസ നിവാസികളാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണുവാൻ കഴിയും. 1917 ബ്രിട്ടൻ അധിനിവേശം നടത്തിയതു മുതൽ തുടങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് ഫലസ്തീനിൽ നടക്കുന്നത്. ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന ആളുകളല്ല ഗസ നിവാസികൾ. നമ്മുടെയൊക്കെ നാട്ടിലെ ചില ആളുകൾ വിഭാഗീയതയിൽ ഹരം കൊള്ളുന്ന, വിഭാഗീയതയെ സംഘടനാ സംവിധാനത്തിൻ്റെ വളർച്ചയുടെ കാരണമാക്കി മാറ്റുന്ന ആളുകൾ, അവർക്ക് ഒരുപക്ഷെ ഇതൊക്കെ സന്തോഷിക്കുവാൻ വകയുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഗസയിൽ നടക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. സയനിസ്റ്റ് കുരിശ് വാഹകരുടെ എല്ലാവിധ ഒത്താശയോടും കൂടി 1948 പശ്ചിമേഷ്യയുടെ ഹൃദയത്തിൽ കുത്തിക്കയറ്റിയ വിഷലിപ്തമായ കഠാരയാണ് യഥാർത്ഥത്തിൽ വ്യാജ ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രം ലോക ഭൂപടത്തിൽ ഉണ്ടായിട്ടില്ല. പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ടതാണ്. എന്നാൽ ലോക ഭൂപടത്തിൽ പേരുള്ളതാണ് ഫിലസ്തീൻ. ഇസ്രായേൽ എന്ന് 1948 വരെ ലോക ഭൂപടത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം കാണാൻ കഴിയില്ല. പിന്നെ എങ്ങനെ വന്നു? പശ്ചിമേഷ്യയുടെ നെഞ്ചത്ത്, ഹൃദയത്തിൽ ആരാണ് ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത്? അത് ബ്രിട്ടനും അമേരിക്കയുമാണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. ആരായിരുന്നു? അതുവരെയുള്ള യഹൂദികളുടെ അവസ്ഥ എന്തായിരുന്നു? ഗതി കിട്ടാതെ അലഞ്ഞു നടന്നിരുന്ന ഒരു വിഭാഗമാണ് അവർ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവർ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഈ വിഭാഗത്തെ സഹിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ, പല പ്രദേശങ്ങളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടപ്പോൾ, ആ വിഭാഗത്തിന് അഭയം നൽകിയത് ഫലസ്തീനികളായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. മൂത്താപ്പാന്റെ മക്കൾക്ക്
എളാപ്പാന്റെ മക്കൾ അഭയം നൽകിയ ചരിത്രത്തിന്റെ കഥയാണത്. ഇബ്രാഹിമും ഇസ്ഹാഖും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് വന്ന പ്രവാചകന്മാർ, അവരുടെ പരമ്പരയാണല്ലോ മുസ്ലിം സമൂഹവും അതേപോലെ തന്നെ യഹൂദികളും. ഇത് യഥാർത്ഥത്തിൽ അഭയം നൽകിയതാണ്. ഗതി കിട്ടാതെ അലഞ്ഞു നടന്നിരുന്ന ഒരു വിഭാഗത്തിന് ഫലസ്തീനിലെ മുസ്ലിം സമൂഹം അഭയം നൽകിയതാണ്. അവർക്ക് അഭയം നൽകുവാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഒരു കൂട്ടർ അഭയം ചോദിച്ചു വന്നു. നമ്മളൊക്കെ ബസ്സിലും ട്രെയിനിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് തിരക്കാണെങ്കിൽ ഒരാൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വിശാലമായ മനസ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ കാണിക്കാറുണ്ട്. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധവുമാണ്. നിങ്ങൾ അല്പം നിങ്ങൾ വസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ അല്പം എന്ന് എനിക്കൊരു സീറ്റ് തരണം, അല്പം സ്ഥലം തരണം എന്ന് ആവശ്യപ്പെട്ടാൽ ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസ് ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. നിങ്ങളോട് ആരെങ്കിലും അല്പം സ്ഥലം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ആ സ്ഥലം ഇരിക്കുവാൻ അനുവദിച്ചു കൊടുക്കണം. ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിശാലത കാണിച്ചു കൊടുക്കണമെന്നാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ വിശാലത കാണിച്ചത് വലിയ അബദ്ധമായി പിന്നീട് മാറുകയാണ് ചെയ്തത്. ഏതുപോലെ ചോദിച്ചാൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ എന്നൊരു ചൊല്ലുണ്ട്. ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ എന്നൊരു ചൊല്ലുണ്ട്. ഇതൊരു പഴമൊഴിയാണ്. അതിനൊരു ഒരു കഥയും അതിന് പിന്നിൽ കാണുവാൻ സാധിക്കും. ഒരു കച്ചവടക്കാരൻ തണുപ്പുള്ള രാത്രിയിൽ തന്റെ ഒട്ടകത്തെ കൂടാരത്തിന് പുറത്ത് കെട്ടിയിട്ടു. എന്നിട്ട് മൂപ്പര് കൂടാരത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒട്ടകം ഉടമയോട് ചോദിച്ചു അത്രേ, വല്ലാത്ത തണുപ്പുണ്ട്, എന്റെ മൂക്ക് മാത്രം, തല മാത്രം ഒന്ന് താങ്കളുടെ കൂടാരത്തിന് അകത്തേക്ക് ഇടാൻ, തല മാത്രം ഇടാൻ ഒരു ചാൻസ് തന്നാൽ, സ്ഥലം തന്നാൽ ഞാൻ എന്റെ തല ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഒട്ടകത്തിന്റെ ഉടമ പറഞ്ഞു, അതിനെന്താ, തല ഇട്ടോ എന്ന് പറഞ്ഞു. ദയ തോന്നിയ യജമാനൻ, ഒട്ടകത്തിന്റെ ഉടമ ഒട്ടകത്തിനോട് ആ രീതിയിലാണ് പെരുമാറിയത്. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒട്ടകം വീണ്ടും ചോദിച്ചത്രേ, ഞാൻ എന്റെ കഴുത്തും കൂടി അങ്ങോട്ടേക്ക് നീട്ടി തന്നോട്ടെ എന്ന് ചോദിച്ചു. ആദ്യം മൂക്കാണ് ചോദിച്ചത്, പിന്നീട് കഴുത്തും കൂടി നീട്ടി തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കഴുത്തും കൂടി കൊടുത്തു. കഴുത്തുകൂടി കൊടുത്തപ്പോൾ വീണ്ടും ഒട്ടകം വീണ്ടും ആവശ്യപ്പെട്ടു, ഞാൻ എൻ്റെ ശരീരവും കൂടി അങ്ങോട്ട് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒട്ടകത്തിന്റെ ഉടമ ഒരാൾക്ക് മാത്രം ഞെരുങ്ങി താമസിക്കാൻ കഴിയുന്ന ആ കൂടാരത്തിനകത്തേക്ക് ഈ ഒട്ടകത്തെയും കൂടി പ്രവേശിപ്പിച്ചു. പിന്നീട് ഒട്ടകം ഉടമയോട് പറഞ്ഞു അത്രേ, നമുക്ക് രണ്ടാൾക്കും കൂടി ഈ കൂടാരത്തിൽ സ്ഥലം മതിയാവുകയില്ല, അതുകൊണ്ട് താങ്കൾ കൂടാരത്തിൽ നിന്ന് പുറത്തു പോകണം എന്ന് ഒട്ടകത്തിന്റെ ഉടമയോട് ആവശ്യപ്പെട്ടു എന്നാണ്. ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അതേ അനുഭവമാണ് ഫലസ്തീനികൾക്ക് പിന്നീട് ഉണ്ടായത് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് വെട്ടിപ്പിടിക്കലാണ്. ദാക്ഷിണ്യത്തിന്റെ പേരിൽ സ്ഥലം അനുവദിച്ചു കൊടുത്ത് അതിൽ താമസിക്കുന്ന യഹൂദികൾ. പക്ഷെ ആ യഹൂദികൾക്ക് എല്ലാവിധ പൂർണ്ണമായ പ്രൊട്ടക്ഷൻ നൽകിയത് അമേരിക്കയും ബ്രിട്ടനുമാണ്. സൈനികമായ ശക്തി അവർക്ക് നൽകി. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള യഹൂദികൾ അവിടെ കുടിയേറി. നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്നടക്കം സ്ട്രീറ്റ്, ജൂതത്തെരുവുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. ഇപ്പോഴും ചെറിയൊരു അവരുടേതായ ആരാധനാ കേന്ദ്രം അവിടെയുണ്ട്. അവിടെ നിന്നടക്കം ജൂതന്മാർ ഫലസ്തീനിലേക്ക് പോയി അവിടെ കുടിയിരുത്തപ്പെട്ടു. പിന്നീട് വെട്ടിപ്പിടിക്കുന്ന അവസ്ഥ വന്നു. ജൂതരുടെ കൈകളിൽ തോക്ക് കൊടുത്ത് നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ, ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒരു ദയാദാക്ഷിണ്യവും കാണിക്കണ്ട, വെടിവെച്ചോ, ജീവൻ അപഹരിച്ചോളൂ എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് തോക്ക്, ലൈസൻസോടുകൂടി തോക്ക് കയ്യിൽ കൊടുത്തു. പിന്നീട് എന്ത് സംഭവിച്ചു? 50 ലക്ഷത്തിലധികം വരുന്ന ഫലസ്തീനികൾ
ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇപ്പോഴും അഭയാർത്ഥികളായിട്ട് കഴിയണം. 50 ലക്ഷം ആളുകളാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. ഇപ്പൊ ഫലസ്തീനിലുള്ളത് വളരെ കുറവാണ്. ഗസയിൽ മാത്രം 24 ലക്ഷമാണുള്ളത്. ലഫയുടെ കണക്ക് കൃത്യമായിട്ട്, വെസ്റ്റ് മേഖല കണക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഗസയിൽ മാത്രം 22 ലക്ഷം ജനങ്ങൾ എങ്ങനെയാണ് ഏതാനും ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ ഞെക്കി ഞെരിഞ്ഞ് കഴിയുകയാണ്. ഇവിടെയാണ് ഇതിനിടയിൽ പിന്നീട് 1948 രാഷ്ട്രമുണ്ടായി. ആ രാഷ്ട്രമുണ്ടായതിനു ശേഷം പിന്നീട് ഗസയെ മാത്രമല്ല അതിന് ചുറ്റുഭാഗത്തുമുള്ള മിസ്രിനെ, ജോർദാൻ ഇതുപോലുള്ള രാഷ്ട്രങ്ങളെയൊക്കെ പതുക്കെ പതുക്കെ മാന്താൻ വെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അപ്പൊ അറബികൾ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരിൽ 1967, 68 കാലഘട്ടങ്ങളിൽ യുദ്ധം നടത്തി. പക്ഷേ ആ യുദ്ധം നടത്തിയപ്പോൾ ഇസ്രായേലാണ് വിജയിച്ചത്. എന്തുകൊണ്ടാണ് വിജയിക്കാൻ കാരണം? മിസ്രിന്റെ നേതൃത്വത്തിലുള്ള ആയുധം കയ്യിലേന്തിയ ജനങ്ങൾ അത് കാനേഷുമാരി മുസ്ലിങ്ങളായിരുന്നു. അള്ളാഹുവിന്റെ ദീനിനോട് സ്നേഹമില്ലാത്ത, ദീനിനോട് കൂറില്ലാത്ത, ഇസ്ലാമിനോട് കൂറില്ലാത്ത ഒരു പ്രത്യേകമായ വിഭാഗമാണ്. ദേശീയതയുടെ പേരിലാണ്, അതിർത്തിയുടെ പേരിലാണ് അവർ ഇസ്രായേലിനെതിരിൽ പോരാട്ടം വന്ന് നടത്തിയത്. പക്ഷെ അതിന്റെ ഫലം എന്താ? പരാജയമാണ്. അതേ സംബന്ധിച്ച് ആഗോള മുസ്ലിം ലോകത്ത് ആധുനിക കാലഘട്ടത്തിൽ അറിയപ്പെട്ട മരിച്ചുപോയ പണ്ഡിതനായിരുന്ന മുഹമ്മദുൽ ഗസാലി, അദ്ദേഹം അതിനെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്ന ജമീഅൽ മആരിക് അല്ലതി കസബഹ അൽ യഹൂദ് ഫീ ഉദ്വാനിഹിം അലൈനാ ഫി സിനീൻ അൽ അഖീറ ലം തകുൻ ലിബസാലത്തിൽ മുഖാതിൽ അൽ യഹൂദി. ആ യുദ്ധം കൊണ്ട് ഒരു നേട്ടവും മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്താ അതിന്റെ കാരണം പറഞ്ഞത്? വലൗ കാനൽ അറബു ബിഹാദിഹിൽ ഖിസാൽ യുഖാതിലൂന ജയ്ശൻ മിനൽ ഖിറദതി ലൻഹസമു. 1968 അറബ് സമൂഹം, ഈമാനും ഇസ്ലാമും അടുത്തുകൂടെ പോയിട്ടില്ലാത്ത ഈ സമൂഹം അന്ന് ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള കൊരങ്ങന്മാരുമായിട്ടാണ് യുദ്ധം ചെയ്തതെങ്കിൽ കൊരങ്ങന്മാർ വിജയിക്കുമായിരുന്നതാണ്, അറബികൾ പരാജയപ്പെടുകയും ചെയ്യുമായിരുന്നതാണ്. ആരാ പറഞ്ഞത്? അറിയപ്പെട്ട ലോകത്തെ പണ്ഡിതൻ മുഹമ്മദുൽ ഗസാലി റഹിമഹുല്ലാ. അദ്ദേഹം പറയാണ്, അവർ കൊരങ്ങന്മാരോട് ആ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്താൽ പോലും അറബികൾ പരാജയപ്പെടും, കുരങ്ങന്മാർ വിജയിക്കും എന്നാണ് മുഹമ്മദുൽ ഗസാലി പറഞ്ഞത്. ആ യുദ്ധത്തിൽ ഇസ്രായേൽ രാഷ്ട്രം വിജയിച്ചു, വ്യാജരാഷ്ട്രം വിജയിച്ചു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മർദ്ദനങ്ങളും പീഡനങ്ങളും നിന്ദ്യതയും എല്ലാം ഗസയിലെ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. അറബ് സമൂഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ. ആ സന്ദർഭത്തിലാണ് ഷെയ്ഖ് അഹ്മദ് യാസീൻ 1987 ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറുത്തു നിൽപ്പ് സംഘത്തിന് രൂപം നൽകി. ഷെയ്ഖ് അഹ്മദ് യാസീൻ, അദ്ദേഹത്തിന് തല മാത്രമേ ഉള്ളൂ, പറക്കുകയുള്ളൂ, ബാക്കി എല്ലാം തളർന്നിരിക്കുകയാണ്. വീൽ ചെയറിലാണ് അദ്ദേഹം സഞ്ചരിക്കുക. വീൽ ചെയറിൽ നടന്നുകൊണ്ട് ഒരു ഇസ്ലാമിക ചെറുത്തു നിൽപ്പ് സംഘത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അത് വല്ലാത്തൊരു ചെറുത്തു നിൽപ്പ് സംഘമായിരുന്നു. ചിട്ടയായ തർബിയത്ത്, തസ്കിയത്ത്, അവരെ വളർത്തിക്കൊണ്ടുവന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം മദ്രസയിൽ പഠിക്കുന്ന, ദീൻ പഠിക്കുന്ന കുട്ടികളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി നിങ്ങളാണ് ഗസയുടെ വരാനിരിക്കുന്ന ലീഡേഴ്സ് എന്ന നിലക്ക് അവരെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഷെയ്ഖ് അഹ്മദ് യാസീൻ ഹമാസ്, എന്താണ് ഈ ഹമാസ് എന്ന് പറഞ്ഞാൽ? അതൊരു ഷോർട്ടാണ്. അൽ ഹറക്കത്തുൽ മുഖാവമ അൽ ഇസ്ലാമിയ. അൽ മുഖാവമ അൽ ഇസ്ലാമിയ, ഇസ്ലാമികമായ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം എന്നാണ് ഇതിന്റെ അർത്ഥം. അത് അറബിയിലെ ഷോർട്ടാണ്. ഹറക്ക മുഖാവമ ഇസ്ലാമിയ, അതിനെ ഷോർട്ടാക്കിയിട്ടാണ് ഹമാസ് എന്ന് പറഞ്ഞത്. ഈ സംഘം 1987 ഷെയ്ഖ് അഹ്മദ് യാസീൻ രൂപീകരിച്ചു. പിന്നീട് 1993-96 വരെ ഗസയിൽ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തി. എന്താ കാരണം? ഹമാസ് എന്ന് പറയുന്ന ചെറുത്തുനിൽപ്പ് സംഘത്തെ ഉണ്ടാക്കി. അതിന് ശിക്ഷ ഗസ നിവാസികൾക്ക് കൊടുത്തു, പൂർണ്ണമായ ഉപരോധം. പിന്നീട് അതിനുശേഷം പിന്നീട് ഉപരോധത്തിൽ ഇളവുണ്ടായി. പക്ഷേ വീണ്ടും 2006 ശക്തമായ ഉപരോധം വീണ്ടും വന്നു.
എന്താ 2006 ശക്തമായ ഉപരോധം വരാൻ കാരണം? അന്ന് അവിടെ ഗസയിൽ തെരഞ്ഞെടുപ്പ് നടത്തി. അമേരിക്കയും സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികളും ഒക്കെ വിചാരിച്ചു ഗസയിൽ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഫതഹ് പാർട്ടിക്കായിരിക്കും അധികാരം ലഭിക്കുക. ഏതാ ഈ ഫതഹ് പാർട്ടി? അറഫാത്തിന്റെ പാർട്ടിയാണ്. ഇപ്പോൾ നിലവിൽ അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് മഹ്മൂദ് അബ്ബാസ് അദ്ദേഹത്തെ ആ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഫതഹ് പാർട്ടിയുടെ അവസ്ഥ? രണ്ടാണ്. ഗസയിലെ ഹമാസും വെസ്റ്റ് ബാങ്കിലെ ഫതഹ് പാർട്ടിയും രണ്ട് സ്വഭാവത്തിലാണ്. ഒന്ന് അമേരിക്കയുടെയും സയനിസ്റ്റ് ജൂത ശക്തികൾക്ക് ഓശാരമാടുന്ന വിഭാഗമാണ്. ആര്? ഫതഹ് പാർട്ടി. ആ സന്ദർഭത്തിൽ ഗസ തെരഞ്ഞെടുപ്പിൽ ഹമാസിനെ ഇല്ലാതാക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ആസൂത്രണം ചെയ്തു. പക്ഷേ ഗസയിലെ 24 ലക്ഷം വരുന്ന ആളുകൾ തെരഞ്ഞെടുപ്പിലൂടെ, ബാലറ്റിലൂടെ തെരഞ്ഞെടുത്തത് ഹമാസിനെയായിരുന്നു. ഹമാസ് അധികാരത്തിൽ വന്നു. ആ ഹമാസ് അധികാരത്തിൽ വന്നു. ഹമാസിന് ഗസയുടെ പൂർണ്ണമായ അധികാരം ലഭിച്ചപ്പോൾ ഈ സയനിസ്റ്റ് സാമ്രാജ്യത്വ കുരിശുവാഹകരുടെ വിദ്വേഷം 10 മടങ്ങ് വർദ്ധിച്ചു. അങ്ങനെ 2007 മുതൽ തുടങ്ങിയ ഉപരോധം അത് ഏറ്റവും കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. 10-18 വർഷത്തിലേറെ ശക്തമായ ഉപരോധം. ഈ ഗസയിലെ 24 ലക്ഷം വരുന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളം റേഷൻ വഴി, മണ്ണെണ്ണ കിട്ടൂല റേഷൻ ഷാപ്പിലൂടെ, അതേ രീതിയിലാണ് കുടിക്കാൻ അവർക്ക് വെള്ളം. ആ വെള്ളത്തിന്റെ ടാപ്പ്, അതിന്റെ കൺട്രോൾ യഹൂദന്റെ, ഇസ്രായേലിന്റെ കയ്യിലാണ്. അവര് വിചാരിക്കണം ഗസയിലെ ആളുകൾ വെള്ളം കുടിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല. ക്രൂരമായ ഉപരോധം. ഏതെല്ലാം നിലയ്ക്കുള്ള ഉപരോധം? കര ഉപരോധിക്കപ്പെട്ടിരിക്കുന്നു, ആകാശം ഉപരോധിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാ നിലയ്ക്കും ഉപരോധമാണ്. എവിടെയും അവർക്ക് സഞ്ചരിക്കുവാൻ കഴിയില്ല. ഗസയിലെ ആളുകൾക്ക് ഹജ്ജിന് പോകാൻ കഴിയില്ല, ഉംറയ്ക്ക് പോകാൻ കഴിയില്ല. ആ രീതിയിലുള്ള പൂർണ്ണമായ ഉപരോധം. അപ്പോഴാണ് ഗസയിലെ മുസ്ലിം സമൂഹം, ചെറുപ്പക്കാർ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആളുകൾ, ഹമാസിന്റെ ആളുകൾ, മനുഷ്യൻ കുടുങ്ങുമ്പോഴാണല്ലോ പുതിയ ചിന്തകൾ ഉണ്ടാവുക. ആ ചിന്തയുടെ ഉൽപ്പന്നമായിരുന്നു ടണൽ എന്ന് പറയുന്നത്. നഫഖ്, ടണൽ. ആ ടണൽ ഉണ്ടാക്കിയ 17 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ് ആ ടണൽ ഉണ്ടാക്കിയ അവസ്ഥ ആലോചിച്ച് നോക്കി. ആ ടണൽ ഉണ്ടാക്കുമ്പോൾ ഗസയിലെ ആളുകൾ, അതിന്റെ ടെക്നോക്രാറ്റ്സ്, അവർ പറഞ്ഞു 20 വർഷത്തിന് ശേഷം ഒക്കെ കണ്ടിട്ടാണ് പ്ലാൻ ചെയ്തത്. ആ ടണൽ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ അവർ തീരുമാനിച്ചു, നിലവിലൊക്കെ അമേരിക്കയുടെ ബോംബൊക്കെ 30 അടി താഴ്ചക്കാണ് പതിയ. ബോംബിട്ടാൽ 30 അടി താഴ്ച വരെ പോകും. അപ്പൊ അവര് കണക്കൂട്ടി ഒരു 50 അടി താഴ്ച, അതിനപ്പുറത്തും ചിലപ്പോ ബോംബ് കണ്ടുപിടിക്കാൻ സാധ്യതയില്ല. നിലവിലുള്ള ഇസ്രായേലിനെയും അമേരിക്കയിലും ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ കൈവശമുള്ള ബോംബ് ഭൂമിയിലേക്ക് ഇട്ടാൽ അത് 50 അടിയേ താഴുള്ളൂ, അതിനപ്പുറം പോകൂല, ചിലപ്പോ 50 അടി പോലും ഉണ്ടാവില്ല. പക്ഷേ ഗസ നിവാസികൾ ഭൂമിക്കടിയിൽ ടണലുണ്ടാക്കിയത് 60 അടി താഴ്ച. അവിടുന്ന് അങ്ങടതോ ടണലുണ്ടാക്കിയത്. ഈ ടണൽ അത്ഭുതകരമാണ്, വിശാലമായ ടണൽ. ആ ടണലിലൂടെയാണ് ഈജിപ്തിൽ നിന്നും ജോർദാനിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും അവർ ഗസയിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കടത്തിയത്. ആ ടണൽ ഉണ്ടാക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരാൾ പറയുന്നുണ്ട്, എന്റെ മുതുക്, അദ്ദേഹം കൂന്നിട്ടാണ് നടക്കുക. കുറെ ആളുകൾ കൂന്നിട്ടാണ് നടക്കുക. എന്താ നിങ്ങൾ ഇങ്ങനെ കൂന്ന് നടക്കുന്നത് എന്ന് അൽ ജസീറ ലേഖകർ ചോദിച്ചപ്പോൾ 20 വർഷം എന്റെ പണി ടണൽ ഉണ്ടാക്കലായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ സൂചിപ്പിക്കുന്നു, ഗസ എന്ന് പറയുന്ന ഈ കൊച്ചു രാഷ്ട്രത്തെ എന്തുകൊണ്ടാണ് ഇത്രയധികം ക്രൂരമായ ഉപരോധങ്ങൾ കൊണ്ട് അവരെ തളർത്തിയതെന്ന് ചോദിച്ചാൽ, അവർ ഗസ നിവാസികൾ ഹമാസിനെ തെരഞ്ഞെടുത്തു. അതേസമയം വെസ്റ്റ് ബാങ്ക്, മഹ്മൂദ് അബ്ബാസിന്റെ വെസ്റ്റ് ബാങ്ക് ഉണ്ട്. ഈ വെസ്റ്റ് ബാങ്കിലെ ജനങ്ങൾ അവർക്ക് പാലും തേനും കൊടുത്തു, ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും. എന്താ കാരണം? വെസ്റ്റ് ബാങ്കിലെ ആളുകൾ, യാസിർ അറഫാത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, അവർ കീഴടങ്ങി, ആയുധം വെച്ച് കീഴടങ്ങി. എന്ന്
ലോക ചരിത്രം അതാ പഠിപ്പിച്ചിരുന്നത്. നിരായുധീകരണത്തിന്റെ രാഷ്ട്രീയം അതാണ് പഠിപ്പിച്ചിരുന്നത്. ഇന്ന് നിലവിൽ സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികൾ ഹമാസിനോട് ആയുധം വെച്ച് കീഴടങ്ങാനാണ് പറയുന്നത്. ഹമാസ് തയ്യാറായിട്ടില്ല. ലോകത്ത് ഒരുപാട്, അഫ്ഗാനിലെ താലിബാൻ തയ്യാറായിട്ടില്ല, പല ഭാഗത്തും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഫതഹ് പാർട്ടി, മഹ്മൂദ് അബ്ബാസിന്റെ, യാസിർ അറഫാത്തിന്റെ പാർട്ടിക്ക് ആ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് തിന്നാനും കുടിക്കാനും വെള്ളം, അവർ അങ്ങനെ സുഭിക്ഷമായി സുന്ദരമായിട്ട് ജീവിക്കാം. ഗസയിലെ ആളുകളോ ആവശ്യത്തിന് മാത്രം, ജീവൻ നിലനിർത്താൻ മാത്രം അവർക്ക് വെള്ളവും ഭക്ഷണവും ലഭിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു ഇരട്ട നീതി ഇസ്രായേൽ സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികൾ നടപ്പിലാക്കിയത് കാണാൻ മനസ്സിലാക്കി. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത് ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ 5 വർഷമായി ഫലസ്തീൻ പ്രശ്നത്തിന് വലിയ തോതിലുള്ള ഗതിമാറ്റം, വ്യാപകമായ തോതിലുള്ള ഗതിമാറ്റമാണ് സംഭവിച്ചത്. എന്ന് വെച്ചാൽ ഗസയിൽ 22 ലക്ഷം ജനങ്ങൾക്ക് 17 വർഷമായി പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിഷേധിച്ച് അവരെ ഉപരോധത്തിലിട്ട് ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന, അതിനിടയിൽ 4 പ്രാവശ്യം ഗസയിൽ വ്യോമയുദ്ധം നടത്തി, ആയിരങ്ങളും പതിനായിരങ്ങളും അതിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ലോകത്ത് ആ സന്ദർഭത്തിൽ ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരുന്നു. ഈ സംഭവം, ഈ ഉപരോധവും ഈ സംഭവങ്ങളെല്ലാം അറബ് ലോകം എന്നല്ല, ലോകം തന്നെ മറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കും അതൊരു വിഷയമില്ല. ഇസ്രായേല് ഫലസ്തീനിലെ ഗസയിൽ ഇങ്ങനെ അധിനിവേശം നടത്തുന്നു, കൊല്ലുന്നു, ജയിലിൽ ഇട്ട് ക്രൂരമായി അവിടുത്തെ മുസ്ലിം സമൂഹത്തെ പീഡിപ്പിക്കുന്നു. ഇതൊക്കെ ലോകത്തൊരു വിഷയമല്ല, പ്രത്യേകിച്ച് അറബ് സമൂഹത്തിനും അതൊരു വിഷയമല്ലാതെയായി മാറി. മുസ്ലിങ്ങളുടെ ആദ്യ കിബിലയായ ബൈത്തുൽ മഖ്ദിസ്, അതിൽ ഇസ്രായേൽ സൈന്യം, പോലീസും പട്ടാളവും ഒക്കെ അവർ ധരിച്ച ഷൂസ് ഇട്ട് ചെരുപ്പിട്ടുകൊണ്ട് പള്ളിക്കകത്തേക്ക് കയറി. ചിലപ്പോൾ അവർ നായയും കൂടി പള്ളിക്കകത്തേക്ക് കയറ്റും, മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി. മസ്ജിദുൽ അഖ്സയ്ക്ക് നേരെ നിരന്തരമായ ആക്രമണങ്ങളും അവരുടെ ഭാഗത്ത് ആ സന്ദർഭത്തിലുണ്ടായി. ഇതും ലോകത്ത് ഒരു ഭാഗത്തും ഒരു കോളിളക്കവും സൃഷ്ടിക്കാതെ പോയി. ഇതൊക്കെ ഒരു 5-6 കൊല്ലത്തിനിടയിൽ നടന്ന സംഭവങ്ങളാണ്. കേവലത്തിലെ പ്രസ്താവനകളിൽ മാത്രമാണ് ഒതുങ്ങിയത്. അതേപോലെ തന്നെ മധ്യപൗരസ്ത്യ ദേശത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും സമൃദ്ധിക്കും ഇസ്രായേലുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന ഒരു നെറേറ്റീവ് സാർവാംഗീകൃതമായി തുടങ്ങി. പശ്ചിമേഷ്യയിൽ സമാധാനം വേണോ, സുഭിക്ഷത വേണോ, എന്നാ ഇസ്രായേലുമായിട്ട് തത്ബീ ആവുക, അവരുമായിട്ട് സന്ധി ചെയ്യുക, അവരെ അംഗീകരിക്കുക. ഇത് അറബ് ലോകം പോലും ആ അവസ്ഥയിലേക്ക് മാറി. ഇസ്രായേലുമായിട്ട് തത്ബീഇന് വേണ്ടി, അവരുമായി സമാധാനക്കാരാളിൽ ഒപ്പിടുവാൻ വേണ്ടി അവർ രംഗത്ത് വരെ അറബ് സമൂഹം പോലും, അറബ് രാഷ്ട്ര നേതാക്കന്മാർ പോലും ശ്രമം തുടങ്ങിയ അവസ്ഥ. അങ്ങനെയാണ് ഇബ്രാഹിമി മതം എന്ന് പറയുന്ന ഒരു മതം ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു. ഇബ്രാഹിമി മതം, അബ്രഹാം അക്കോർഡ്. എന്താണ് ഇബ്രാഹിമി മതം? എല്ലാ മതങ്ങളുടെയും ഒരു അവിയൽ. അങ്ങനെ ആ മതം ലോകത്തു ആദ്യമായിട്ട് ദുബൈയുടെ നേതൃത്വത്തിൽ അമേരിക്കയും ഇസ്രായേലും ദുബൈയും കൂടി ചേർന്നുകൊണ്ട് ഈ ദീനെ ഇബ്രാഹിം ദീൻ എന്ന് പറയുന്ന ദീൻ ഉണ്ടാക്കി. അബ്രഹാം അക്കോർഡ്. ആ അബ്രഹാം അക്കോർഡ് അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ആ സന്ദർഭത്തിലാണ് ട്രംപിന്റെ 1-ാം വരവ്. ആ 1-ാം വരവിൽ അബ്രഹാം അക്കോർഡിന്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അദ്ദേഹം ഖുദ്സ് ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. നേരത്തെ ടെൽ അവീവായിരുന്നു തലസ്ഥാനം, ഇസ്രായേലിന്റെ തലസ്ഥാനം. പിന്നീട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഇസ്രായേലിൽ വന്ന് ഖുദ്സ് ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. ഇസ്രായേലുമായി കരാറുണ്ടാക്കിയതിന്റെ പേരിൽ ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിനെ കാലങ്ങളോളം ബഹിഷ്കരിച്ചു അറബ് ലോകം. പക്ഷേ ആ അറബ് ലോകത്തിലെ ഭരണാധികാരികൾ പിന്നീട് ഈജിപ്തിന്റെ പാതയിലേക്ക് വന്നതായിട്ടാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ എല്ലാ രംഗത്തും ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്ത് തന്നെ ഇല്ല എന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ജനങ്ങൾ മറന്നു തുടങ്ങി, UN മറന്നു തുടങ്ങി, അമേരിക്ക മറന്നു തുടങ്ങി. ഇസ്രായേൽ ബോധപൂർവം എല്ലാ പ്ലാനുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തത്ബീഇന് ശേഷം മറ്റുള്ള ഭാഗങ്ങൾ പോലും പിടിച്ചടക്കുവാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ്, ഈ നിർണായകമായ ഒരു സന്ദർഭത്തിലാണ് ഹമാസ് അവരുടെ ലീഡർഷിപ്പ് തൂഫാനുൽ അഖ്സ നടപ്പിലാക്കിയത്.
ലോകം മൊത്തം ഫലസ്തീൻ മറന്നു. മസ്ജിദുൽ അഖ്സ മുസ്ലിങ്ങൾക്ക് പോലും വിഷയമില്ല, പിന്നെ എന്തിനാ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് തന്നെ വിഷയം? ഫലസ്തീൻ മുസ്ലിം സമൂഹം, അത് അറബ് സമൂഹത്തിന് പോലും വിഷയമല്ല, പിന്നെ എന്തിന് യൂറോപ്യൻ സമൂഹത്തിന് അത് വിഷയമാകും? എല്ലാവരും മറന്നു തുടങ്ങി. ഇനി നമ്മുടെ നിലനിൽപ്പ് പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഹമാസിന്റെ നേതൃത്വം 2023 ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സ ഓപ്പറേഷൻ നടത്തിയത് എന്ന് കാണുവാൻ സാധിക്കും. ആ ഓപ്പറേഷൻ നടന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമാകുമായിരുന്നു. ഗസ വിഷയമാകൂല, മസ്ജിദുൽ അഖ്സ വിഷയമാകൂല. അതേപോലെ തന്നെ ഓസ്ലോ കരാറിലൂടെ PLOക്ക് നൽകിയ ഗസയും വെസ്റ്റ് ബാങ്കും ഇസ്രായേൽ പൂർണ്ണമായും തിരിച്ചുപിടിക്കുമായിരുന്നു. അടുത്ത ഘട്ടത്തിൽ ഈജിപ്തിന്റെയും ജോർദാന്റെയും ഇറാഖിന്റെയും കുവൈത്തിന്റെയും സിറിയയുടെയും സൗദി അറേബ്യയുടെയും പല ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഗ്രേറ്റ് ഇസ്രായേൽ, ഇത് ഇസ്രായേലിന്റെ പ്ലാനാണ്. ഗ്രേറ്റ് ഇസ്രായേൽ, മദീന അടക്കണ്ട് ഗ്രേറ്റ് ഇസ്രായേൽ, വിശാല ഇസ്രായേൽ എന്ന ഒരു ഭൂപടം ഇസ്രായേലിനുണ്ട്. ആ ഭൂപടത്തിൽ മദീന അടക്കമുണ്ട്. ഈ ഒരു പദ്ധതി നടപ്പിൽ വരുമായിരുന്നു. പക്ഷേ ഹമാസ് ഇത് നേരത്തെ മനസ്സിലാക്കി. സന്ദർഭോചിതമാണ്. യഹ്യ സിൻവാർ എന്ന് പറയുന്ന ഹമാസിന്റെ പുലിയായ ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ ഹമാസ് പോരാളികൾ തൂഫാനുൽ അഖ്സ എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ ഇസ്രായേൽ നടപ്പിലാക്കി. ഇസ്രായേലിലേക്ക് പോകണം. ആ സമയത്ത് ലീഡർഷിപ്പ് തങ്ങളുടെ മുമ്പിലുള്ള 1400 പോരാളികളെ വിളിച്ചു ചേർത്തു. യോഗം കൂടി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ സന്ദർഭത്തിൽ സഹാബികളെ വിളിച്ചുകൊണ്ട് ബദർ യുദ്ധ സന്ദർഭം നടക്കാൻ പോവുകയാണ്, നിങ്ങൾ അഭിപ്രായങ്ങൾ വരണം. ഇതേപോലെ ഹമാസിന്റെ ലീഡർഷിപ്പ് ഹമാസിന്റെ പോരാളികളെ വിളിച്ചു. 1400 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സന്ദർഭത്തിൽ ഈ 1400 പേരോടും കൂടിയാലോചന നടത്തി. അവരോട് പറഞ്ഞു, നാം ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സ നടപ്പാക്കാൻ പോവുകയാണ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? അവർ പ്രവാചകന്റെ സഹാബികൾ പറയുന്നത് പോലെ പറഞ്ഞു. ഈ 1400 പേര്, നിങ്ങൾക്ക് ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് എടുക്കാം, ന്യായമായ കാരണങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാം. എങ്ങനെ പുറപ്പെടണം? അതിർത്തി മൊത്തം വലിയ വലിയ മതിലുകളല്ലേ, ഈ മതിലുകൾ തകർത്തുകൊണ്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ഏത് സമയവും രക്തസാക്ഷിത്വം സംഭവിക്കാം, ജീവൻ അപകടത്തിലാണ്, ഷഹാദത്ത് സംഭവിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ 1400 പേരിൽ ഒരാള് പോലും എനിക്ക് ഇന്ന കാരണമുണ്ട്, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ 1400-ൽ ഒരാള് പോലും പിന്തിരിഞ്ഞില്ല. 1400 പേരും പോയി എന്നാണ്. എന്നിട്ടാണ് JCB ഉപയോഗിച്ചുകൊണ്ട് മതില് തകർത്ത് ആകാശ രീതിയിലും അതേപോലെ തന്നെ കടൽ വഴിയും 4 ഭാഗത്തു നിന്നും അക്രമങ്ങൾ നടത്തി. എന്നിട്ടാണ് തൂഫാനുൽ അഖ്സ സംഘടിപ്പിച്ചത്. ഇപ്പൊ നമ്മുടെ ആളുകൾ ചോദിക്കും, ഈ 1400 പേരെ കൊന്നിട്ട് ഇപ്പൊ എന്താ കിട്ടിയത്? നമ്മുടെ നാട്ടിൽ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഈ 1400 പേരെ കൊന്നതിന് ശേഷം 60,000-ലേറെ ആളുകൾ അവർ കൊന്നില്ലേ? 22 ലക്ഷം വരുന്ന ആളുകളുടെ കിടപ്പാടം അവർ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയില്ലേ? എവിടെ, എന്താണ് തൂഫാനുൽ അഖ്സ കൊണ്ട് കിട്ടിയത്? തൂഫാനുൽ അഖ്സ കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന ഏതെങ്കിലും ഒരു പതാകയുണ്ട് എങ്കിൽ അത് ഫലസ്തീനിന്റെ പതാകയാണ്. വേറെ ഒരു ലോകത്തും ഫലസ്തീൻ മറ്റൊരു രാഷ്ട്രത്തിന്റെ പതാക പാറിപ്പറക്കുന്നില്ല. ലോകത്ത് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പോലും ഫലസ്തീനിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, ഇറ്റലി എന്ന് പറയുന്ന രാഷ്ട്രം, ആ രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ ഇസ്രായേലിനൊപ്പം നിന്നപ്പോൾ ഇറ്റലിയിലെ ട്രേഡ് യൂണിയൻ ഒരു ദിവസം പൂർണ്ണ ബന്ദ് നടപ്പിലാക്കി. ആർക്ക് വേണ്ടി? ഫലസ്തീനിന് വേണ്ടി, ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി. ഞാൻ സൂചിപ്പിക്കുന്നത്, ലോകം മൊത്തം ഇന്ന് ഫലസ്തീൻ വിഷയമാണ്. പിന്നീട് 2 വർഷത്തോളം പൂർണ്ണമായ നരനായാട്ടാണ് ഇസ്രായേൽ നടത്തിയത്. എല്ലാം തകർത്ത് തരിപ്പണമാക്കി. പക്ഷേ ഒരാഴ്ച കൊണ്ട് ബന്ദികളെ മോചിപ്പിക്കുകയും ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുകയും എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശേഷിയുള്ള ഇസ്രായേലിനും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുള്ള സൈനിക പിന്തുണയുള്ള ഇസ്രായേലിനും ഈ വിഭാഗത്തിന്
ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളെ 2 വർഷം മെനക്കെട്ടിട്ടും പിടിക്കാൻ കഴിഞ്ഞില്ല. തുടക്കം മുതൽ അബൂ ഉബൈദ പറഞ്ഞു, ഞങ്ങൾ പിടിച്ച ബന്ദികൾ, ആ ബന്ദികളെ നിങ്ങൾക്ക് ലോകാവസാനം വരെയും കിട്ടൂല. അത് കിട്ടണമെങ്കിൽ ടേബിളിന് ചുറ്റും ചർച്ച ചെയ്താൽ കിട്ടാവുന്ന സംഗതിയാണ് അതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 1ാമത്തെ വെടിനിർത്തലുണ്ടായത്, 2ാമത്തെ വെടിനിർത്തലുണ്ടായത്. ഘട്ടം ഘട്ടമായി മോചിപ്പിച്ചു. 3ാമത്തെ വെടിനിർത്തൽ ഈ ടണലിനകത്താണ് അവർ സംവിധാനിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് അവിടെ സുഭിക്ഷമാണ്. എന്നാൽ അതേസമയം ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനികളുണ്ട്. ക്രൂരമായ പീഡനം, മർദ്ദനങ്ങൾ, ഇഞ്ചിഞ്ചായി കൊല്ലുന്നവരില്ലേ, ഇഞ്ചിഞ്ചായ രീതിയിലുള്ള മർദ്ദനങ്ങൾ. 2 ജയിലുകളിൽ നിന്നും 2 തടവിൽ നിന്നും ഇറങ്ങി വരുന്ന ആളുകളുടെ ഫോട്ടോ ലോകം കണ്ടു. ഇസ്രായേൽ തടവിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹമാസിന്റെ ഫലസ്തീൻ മുസ്ലിം സമൂഹത്തിന്റെ ശാരീരികമായ അവസ്ഥ. ഭക്ഷണം ലഭിക്കില്ല, വെള്ളമില്ല, ക്രൂരമായ മർദ്ദനങ്ങൾ, മെലിഞ്ഞിരിക്കുന്നു. അതേ സമയത്ത് ഫലസ്തീൻ തടവിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇസ്രായേലിലെ പുരുഷന്മാരും കുട്ടികളും പെണ്ണുങ്ങളുമൊക്കെ അവർ ചിരിച്ച് ആനന്ദം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ പറയുകയാണ്, ഇസ്ലാം ഇതാണ്. തടവുകാരോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ച ദർശനമാണ് ഇസ്ലാം. ഹമാസ് അത് കൃത്യമായി പാലിച്ചു. നേരത്തിന്റെ ഭക്ഷണം, ഗുളിക, മരുന്ന് വേണ്ടവർക്ക് മരുന്ന്, എല്ലാം. ഞാൻ സൂചിപ്പിച്ചത് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഫലസ്തീനുമായി ബന്ധപ്പെട്ട നമ്മുടെ വിഷയം ഇന്ന് ലോകത്ത് ലൈവാക്കി നിർത്തി. അതാണ് തൂഫാനുൽ അഖ്സ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പേര് ഹുസൈൻ സാഹിബിൻ്റെ ഭാര്യയുടെ അനുജത്തി, അതേപോലെ തന്നെ ആലത്തൂർ സവാബ് നഗറിൽ താമസിക്കുന്ന യൂസുഫ് ഭാര്യ, യൂസുഫ് റാവുത്തർ ഭാര്യ സുബൈദ, അതേപോലെ മഹല്ല അംഗം ഇരട്ടക്കുളം ഷരീഫ് സാഹിബിൻ്റെ ഉമ്മ താജ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഇന്ന് ഹോസ്പിറ്റലിൽ പ്രത്യേകം അഡ്മിറ്റ് ചെയ്യപ്പെട്ട ചില ആളുകളുണ്ട്. പ്രത്യേകം ചില ആളുകൾ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിലെ ചില ആളുകളൊക്കെ വിദേശത്ത് ജയിലിൽ മറ്റുമൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് നിരപരാധിയായി കൊണ്ട് കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെയൊക്കെ ജയിൽ മോചനം എത്രയും പെട്ടെന്ന് എളുപ്പത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. കടം കൊണ്ടും മറ്റും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആലത്തൂർ മുഹമ്മദ് അലി സാഹിബ് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ്. ഈ പ്രദേശത്തിൻ്റെ എല്ലാമായിരുന്ന മുഹമ്മദ് അലി സാഹിബ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് അലി സാഹിബിൻ്റെ ഖബറിൽ വെളിച്ചവും പ്രകാശവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.